2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. അമരമ്പലം സൗത്ത് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു. ആയിരക്കണക്കിന് ജനങ്ങൾ ഭക്തിസാന്ദ്രമായി പങ്കെടുത്ത് പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം നടത്തി. കിണ്ണത്തിലെ വെള്ളത്തിൽ വയ്ക്കാം. മന്ത്രം ചൊല്ലിക്കോളും. അയമോദനം കാമദോസ്തു അനന്തോച്യമാനം രവി സർവകാമി തത്വോപദിഷ്ടം സുജരോ നിത്യഭൂതാം അമൃതാത്മസർപ്പയന്തു ആംഗീരഗോത്രേ നമസ്തം ജന്മം സമർപ്പയാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിക്ക് നല്ലോണം പ്രാർത്ഥിക്കോളൂ. ശേഷം 4 പ്രാവശ്യം കൂടി കേരളത്തിലെ പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ അമരമ്പലം ശിവക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിതർപ്പണത്തിന് വൻ ഭക്തജന തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. പുലർച്ചെ 2 മണിയോടെ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകളിൽ ഏകദേശം 5000-ഓളം പേർ പങ്കെടുത്തെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കർമ്മികളായ മംഗലംപറ്റ രാധാകൃഷ്ണൻ നമ്പീശൻ, അരയൂർ ശിവകുമാർ നമ്പീശൻ എന്നിവർ ബലിതർപ്പണത്തിന് നേതൃത്വം നൽകി. നൂറ്റാണ്ടുകളായി ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുവരുന്നതായാണ് വിശ്വാസം. പാണ്ഡവന്മാരുടെ കാലം മുതൽ അമരമ്പലം ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നുവരുന്നതായും വിശ്വാസമുണ്ട്. ഇതാണ് കർക്കിടകവാവിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് വലിയ ജനപ്രീതി ലഭിക്കാൻ കാരണമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. കിഴക്കൻ ഏറനാടിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് അമരമ്പലം ശിവക്ഷേത്രം. ദിവസവും നിത്യേന ബലികർമ്മങ്ങൾ നടത്തുന്ന ഇവിടെ ഇന്നേ ദിവസം കർക്കിടകവാവിന് ഏകദേശം 5000-ഓളം ഭക്തർ ബലിതർപ്പണത്തിനായി എത്തിയിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 2 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണം ഏകദേശം 9-9:30 മണിയോടുകൂടി കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾക്കുള്ളത്. വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണത്തിന് വേണ്ട ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും പിന്നെ ക്ഷേത്രത്തിലെ മറ്റു കാര്യങ്ങൾക്ക് ഭക്ഷണത്തിനും മറ്റുള്ളത് മാതൃസമിതി മറ്റു കർമ്മസമിതിയുടെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്കുണ്ട്. കിഴക്കൻ ഏറനാട്ടിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് അമരമ്പലം സൗത്ത് ശിവക്ഷേത്രം. ചരിത്രാതീത കാലം മുതലേ ഇവിടെ ബലിതർപ്പണം നടന്നു പോന്നിരുന്നു എന്നാണ് ഐതിഹ്യം. പാണ്ഡവന്മാരുടെ കാലം മുതൽ ഇവിടെ ബലിതർപ്പണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമരമ്പലം സൗത്ത് ശിവക്ഷേത്രത്തിലെ ബലിതർപ്പണത്തിന് ഇത്രയും ജനപ്രീതിയും അതുപോലെ തന്നെ ജനപങ്കാളിത്തവും ഉണ്ടായിട്ടുള്ളത്. ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരാണ് പിതൃമോക്ഷത്തിനായി ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തിയത്. ഭക്തജനങ്ങൾക്കായി സൗജന്യ ഭക്ഷണ വിതരണവും ക്ഷേത്രത്തിലൊരുക്കിയിരുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകളുടെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെയും സേവനവും ഭക്തർക്കായി ലഭ്യമാക്കിയിരുന്നു. കർക്കിടകവാവിനോടനുബന്ധിച്ച് പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഭക്തർ അമരമ്പലത്തെത്തിയത്. പുലർച്ചെ മുതൽ ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര വിശേഷാൽ പൂജകളായ തിലഹോമം, സായൂജ്യ പൂജ എന്നിവയ്ക്ക് മേൽശാന്തി വിജയകുമാർ ഇമ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭരണസമിതി, മാതൃസമിതി, കർമ്മസമിതി അംഗങ്ങൾ ബലിതർപ്പണത്തിനെത്തിയവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.